Hello guys, welcome back to my YouTube channel Love from Universe. Hope you guys all are going very good. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നൊരു പുതിയ റീഡിങ്ങുമായിട്ടാണ് വന്നേക്കുന്നത്. അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോയിൽ നമ്പർ കാണുന്നതാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്, ഇന്നലത്തെ റീഡിംഗ് ആണെങ്കിൽ പോലും കുറച്ച് ദിവസം മുന്നേ എടുക്കുന്ന റീഡിംഗ് ആണെങ്കിൽ പോലും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. കുറേ മാറ്റങ്ങൾ ചില ആൾക്കാരുടെ ലൈഫിലേക്ക് ഒരു പുതിയ എൻട്രി വരുന്നുണ്ട്. ചില ആൾക്കാരുടെ ഒരു വരവ്, ഒരു എന്നല്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ചില ആൾക്കാരുടെ കടന്നു വരവ് ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. അവരുടെ സ്വഭാവം തന്നെ ആയിക്കോട്ടെ, പഠിച്ച കുറേ പാഠങ്ങളായിക്കോട്ടെ, അവർക്ക് കിട്ടിയ കർമ്മകളായിക്കോട്ടെ, മുന്നോട്ട് വരുമ്പോൾ ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം, ആൾക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ജീവിതത്തെ എങ്ങനെ പക്വതയോടെ കാണണം, മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകണം എന്ന് പഠിച്ചിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുമുണ്ട്. ഓക്കെ, അടുത്തത് ഒരു പുതുവർഷം വരികയാണ് 2026. അപ്പോൾ എന്തുകൊണ്ടോ എനിക്കിപ്പം എന്താണെന്നറിയില്ല, ഞാൻ 1-2 ദിവസം കൊണ്ട് എടുക്കുന്ന റീഡിങ്ങിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എനർജി കണക്റ്റ് ആവുന്നുണ്ട്. എനിക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു പുതിയ വ്യക്തിയുടെ വരവ് വരുന്നുണ്ട്. അതായത് ചില ആൾക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഇങ്ങനെ ഒരു പേഴ്സൺ ഉണ്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യം നിങ്ങൾക്കറിയാം. പക്ഷെ എന്തുകൊണ്ടോ നിങ്ങൾക്ക് ജീവിതത്തിൽ റിസ്ക് എടുക്കാനുള്ള പേടിയുള്ളത് കൊണ്ടും, നിങ്ങളുടെ പഴയ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അലട്ടുന്നത് കൊണ്ടും, നിങ്ങൾക്ക് വരുന്ന കുറേ ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങളായിട്ട് തന്നെ മാറ്റി വെക്കുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതൊരിക്കലും അങ്ങനെ നിങ്ങളുടെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ലൈഫിൽ അത്രത്തോളം നിങ്ങൾക്ക് വേദന കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ അത് നിങ്ങൾക്ക് പറ്റുന്നില്ല. അത് ഒരിക്കലും നിങ്ങളുടെ ഒരു തെറ്റോ കുറ്റമോ ഒന്നുമല്ല. പക്ഷെ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയൊക്കെ നിങ്ങൾ ഒരു കാര്യത്തെ അവഗണിച്ചാലും, എത്രയൊക്കെ നിങ്ങളത് വേണ്ട തള്ളി പറഞ്ഞാലും, അത്രയും സമയം നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാനുള്ള നല്ല നല്ല കാര്യങ്ങൾ അവിടെ നിങ്ങളായിട്ട് തന്നെയാണ് തടസ്സം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളിപ്പം നിലവിൽ നിൽക്കുന്ന സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഒരുപാട് കുറച്ച് ഈ പറയത്തക്ക പ്രശ്നവും കാര്യങ്ങളും തടസ്സങ്ങളും ഒക്കെ നിങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ ഈ തടസ്സങ്ങളൊക്കെ വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് കൂടെ കൊണ്ടുതരുമ്പോൾ നിങ്ങളായിട്ട് അത് കൈതട്ടി മാറ്റുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് കുറച്ച് ആൾക്കാരുടെ കേസിൽ. ഓക്കെ, കുറേ പേരെ സംബന്ധിച്ച് ഒരു ഭയങ്കര ഒരു ഏകാന്തതയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഒറ്റപ്പെട്ടുള്ള കുറേ പേരുടെ ജീവിതം ഒരു ഒരു ലൂപ്പ് പോലെ ഒരിടത്ത് അവസാനിക്കാതെ, കുറേ ആൾക്കാരൊക്കെ മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാർ കാണും. കുറേ ആൾക്കാർക്ക് കൂടെ എല്ലാവരും ഉണ്ടെങ്കിൽ പോലും ഒരു ഏകാന്തത അനുഭവിക്കുന്ന ആൾക്കാർ കാണും. എന്തൊക്കെയോ ഒരു തുടക്കവും അവസാനവും ഇല്ലാതെ എന്തിനൊക്കെയോ വേണ്ടി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള നിങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംതിങ് ബ്ലെസ്സിങ് മുന്നോട്ട് കൊണ്ട് തരുമ്പോൾ നിങ്ങളവിടെ തടസ്സം ക്രിയേറ്റ് ചെയ്യുന്നത് പോലത്തെ ഒരു ഫീലാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അതിൽ ഞാൻ നേരത്തെ പറയുന്നത് പോലെ, നിങ്ങൾ അങ്ങനെ ഒരു തടസ്സം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാനുള്ള ബ്ലെസ്സിങ്സ് അതുപോലെ ലേറ്റ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് പിന്നെയും അവിടെ ഒരു ഏകാന്തത കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് കാണുന്നത്. അതുപോലെ തന്നെ കുറേ ആൾക്കാരുടെ ജീവിതത്തിൽ ഇപ്പോഴും ഞാൻ എടുത്തു പറയുകയാണ്, മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പ്രപഞ്ചമായിട്ട് വളരെയധികം കണക്റ്റ് ആകാൻ പോകുന്ന ഒരു സമയമാണ് വരുന്നത്. ഓക്കെ, വളരെയധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലെസ്സിങ്സ് വരാൻ പോകുന്ന സമയങ്ങളാണ് ഇനിയുള്ളത്. ഓക്കെ, പക്ഷെ അങ്ങനെയുള്ള ബ്ലെസ്സിങ്സ് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ, അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഒരിക്കലും വേറെ ഒരാളുടെ ഒരു തകർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയോ അങ്ങനെ ആഗ്രഹിക്കുകയോ ചെയ്യാൻ പാടില്ല, സീരിയസ്ലി. കാരണം നമ്മൾ അങ്ങനെ ആഗ്രഹിക്കും തോറും നമുക്ക് കിട്ടാനുള്ള ബ്ലെസ്സിങ്സ് തടസ്സമായിട്ട് വരാൻ അത് ഒരു കാരണമാവും. കാരണം യൂണിവേഴ്സ് എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ തന്നെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, എനിക്ക് ജീവിതത്തിൽ സമാധാനമില്ല, നല്ലൊരു പെണ്ണില്ല, അല്ലെങ്കിൽ നല്ലൊരു പയ്യനില്ല, കാശില്ല, കുടുംബ പ്രശ്നം, ഇങ്ങനെ വന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അത് തന്നെ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ അതിൽ തന്നെ
ഉറച്ച് ഇനിയൊന്നും ഇല്ല എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് തരാനുള്ള ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് കരുതി വച്ചിരിക്കുന്ന ബ്ലെസ്സിങ്സ് അവിടുത്തെ തടസ്സം ഉണ്ടാക്കുന്ന ആൾക്കാർ നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ചില ആൾക്കാരായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞ ഒരു സിറ്റുവേഷൻ ചിന്തിക്കുന്ന, കുറച്ച് പേരൊക്കെ അങ്ങനെ ചിന്തിക്കുള്ളൂ. കാരണം നമ്മൾ വേറെ ആരുടെ തകർച്ച കാണാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ലെന്ന്. ഈ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ചിന്തിക്കുന്നത്. കാരണം നമ്മൾ മനുഷ്യന്മാരാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രശ്നങ്ങളും കാര്യമൊക്കെ വരുന്ന സമയത്ത്, നമ്മൾ ഇമോഷണലി ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചു പോകുന്നതാണ്, എനിക്കൊരു കാലത്തും ഒരു മോചനമില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ്, എൻ്റെ ജീവിതം ഇതോടെ തീർന്നു, എനിക്ക് നെക്സ്റ്റ് ഒരു ലൈഫ് ഇല്ല എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ അലട്ടുന്നത്. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ബാഡായിട്ട് നിങ്ങളുടെ ലൈഫിൽ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങളായിട്ട് തന്നെ ഓരോ പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാനുള്ള ബ്ലെസ്സിങ്സിന് എന്തിനാണ് നിങ്ങൾ വലിച്ചു നീട്ടുന്നത് എന്ന് എനിക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഒരു എന്താ പറയുക, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്. ഈ സമയത്തിൽ വിശ്വാസം ഇല്ലാന്നൊന്നും ഞാൻ പറയത്തില്ല, എനിക്കതിൽ വിശ്വാസമുള്ള ഒരാളാണ്. ഓക്കെ, പക്ഷെ ആ ഒരു സമയത്തിന് നമ്മളടുത്തേക്ക് പെട്ടെന്ന് എത്തണമെങ്കിൽ പോലും നമ്മളായിട്ട് അവിടെ തടസ്സം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ദൈവം നമുക്ക് ഇങ്ങനെയുള്ളൊരു ബ്ലെസ്സിങ്സ് തരിക? ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ ഒരു വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം പേരും, അതായത് ഒട്ടുമിക്ക ആൾക്കാരും 95% ആൾക്കാരെന്ന് ഞാൻ പറയാം, അവരൊക്കെ വളരെയധികം പ്യുവർ ആയിട്ടുള്ള സോളുള്ള ആൾക്കാരാണ് നിങ്ങളെന്നൊക്കെ പറയുന്നത്. കാരണം നിങ്ങൾക്ക് യൂണിവേഴ്സ് കരുതി വച്ചിരിക്കുന്നത് അതിനേക്കാളും എന്തൊക്കെയോ ഒരു, നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചത് എന്താണോ അതിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ദൈവം നമുക്ക് ഒന്ന് എടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു സോൺ വിട്ടിട്ടോ ഒന്ന് എടുത്തിട്ട് മാത്രമേ നമുക്ക് അതിനുള്ളൊരു നല്ല കാര്യങ്ങൾ തരത്തുള്ളൂ. ആ ഒരു നല്ല കാര്യം, അതായത് നമ്മളെ ഒന്ന് ലോസ്റ്റ് ആക്കുന്നുണ്ടെങ്കിൽ ഒന്നാമതായി നിങ്ങൾ ചിന്തിക്കേണ്ട ഒന്ന്, അത് നമുക്ക് ഡിസേർവിങ് ആയിട്ടുള്ള കാര്യമല്ല. രണ്ടാമത്, നിങ്ങൾക്ക് അങ്ങനെ ഡിസേർവിങ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് ലെസൺ പഠിച്ചു. അതുപോലെ യൂണിവേഴ്സ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു ലെസണാണ് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എനിക്കിതിൽ കൂടുതലും എനിക്കിന്നൊരു ലൈക്ക് എന്താ പറയുക, കൺഫർമേഷൻ മെസ്സേജാണ് തരാനുള്ളത്. കാരണം ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട വേദനയായിട്ട് സ്നേഹിക്കാതെ ഇമോഷണലി അങ്ങ് തകർന്ന് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. നിങ്ങളൊന്നും ഇങ്ങനെ നിൽക്കേണ്ട ഒരാൾക്കാരെ അല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുകയാണ്, അതിൽ 65% പ്രശ്നം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു ലൈഫ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള തലം എന്ന് പറയുന്ന ഒരു വേറെ ലെവലിലായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലൈഫിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങുക. നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും, നിങ്ങളുടെ ബ്യൂട്ടി. അതുപോലെ തന്നെ മറ്റു ആൾക്കാരുമായിട്ടുള്ള നല്ല സൗഹൃദം, ആരുമായിട്ട് ഈഗോ വയ്ക്കാതിരിക്കുക, ആരുമായിട്ട് ദേഷ്യം. ചില ആൾക്കാരൊക്കെ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള പേഴ്സൺസിനെയൊക്കെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പോലും മുമ്പ് വളരെയധികം ഷോർട്ട് ടെമ്പേർഡായിട്ട് ഇപ്പോൾ ഒരു പരിധി വരെ കുറഞ്ഞ് അതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ഒരു നയത്തിൽ കൊണ്ടുവരുന്ന ഒരാൾക്കാരെയും ഞാനിതിൽ കാണുന്നുണ്ട്. ഓക്കെ, അത് വളരെയധികം നല്ല കാര്യം തന്നെയാണ്. കാരണം അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ കാരണം തന്നെ ഈ പറഞ്ഞതുപോലെ എന്താ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ലെസൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരെങ്കിലും വരികയോ എന്തെങ്കിലും പ്രശ്നം സൃഷ്ടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കാനായിട്ട്, നിങ്ങളെ നേർവഴിക്ക് എത്താനായിട്ട്, അല്ലെങ്കിൽ ഒരു പാർട്ണർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഉറപ്പായിട്ടും കൺഫേം ആയിട്ട് വരുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല. അത് ഏത് വഴി എങ്ങനെ എന്നൊന്നും അറിയില്ല. മേ ബി നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്തായിരിക്കും ഒരാളെ പരിചയപ്പെടുന്നത്. മേ ബി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും. സോഷ്യൽ മീഡിയ എല്ലാം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഈ പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ചാറ്റ് ചെയ്തപ്പോൾ ഇതായിരിക്കും എനിക്ക് നല്ലത് എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കരുത്. നിങ്ങൾക്കിപ്പോൾ കുറച്ചും കൂടെ പക്വത തന്ന ആൾക്കാരാണ്. ഓക്കെ, ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം, ഹാൻഡിൽ ചെയ്യണമെന്നൊക്കെ കുറച്ചൊക്കെ മനസ്സിലായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ഏത് സമയത്താണ് എവിടെ നിന്നാണ് ഈ പറഞ്ഞതുപോലെ ദൈവദൂതനായിട്ട് ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പ്രഡിക്റ്റ് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന ബ്ലെസ്സിങ്സ് നിങ്ങളായിട്ട് അവിടെ ഒരു തടസ്സം ഉണ്ടാക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ആദ്യം നിങ്ങളുടെ കയ്യിൽ വന്നു, നിങ്ങൾ തട്ടിമാറ്റി. രണ്ടാമത് വന്നു തട്ടിമാറ്റി. മൂന്നാമത് വന്ന് തട്ടിമാറ്റി. യൂണിവേഴ്സിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്കിൽ ഇത് നിന്റെ വിധിയാണ്, നീ അനുഭവിച്ചോ, അല്ലെങ്കിൽ നീ ഇങ്ങനെയല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കിയിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിതിൽ പറഞ്ഞു വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വരുന്ന ബ്ലെസ്സിങ്സ് അത് ഏത് വഴി വന്നാലും നിങ്ങളായിട്ട് അവിടെ ഒരു തടസ്സം ക്രിയേറ്റ് ചെയ്യരുത്. കാരണം നിങ്ങളെന്ന് പറയുന്നത് വളരെയധികം, ഞാൻ പറയുകയാണ്, പ്യുവർ സോളായിട്ടുള്ള ആൾക്കാരാണ്, സത്യസന്ധരായിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങൾ അതുപോലെ ബ്ലെസ് ചെയ്യണം എന്ന് അതിയായ ആഗ്രഹമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് വരുന്ന ബ്ലെസ്സിങ്സ് ഒക്കെ നല്ലപോലെ
യൂസ് ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു കൺഫർമേഷൻ മെസ്സേജ് ഓർ സംതിങ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. കാരണം എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞു 1-2 ദിവസമായിട്ട് എനിക്കിങ്ങനെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. സോറി, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് റീഡിങ്ങിൽ. അതുകൊണ്ടാണ് ഞാനിത് പറയാനായിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഫർദർ മോർ ഏഞ്ചൽ മെസ്സേജും കൂടി ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, എന്താണ് ഏഞ്ചൽസ് നോക്കാം. ഓക്കെ, ഏഞ്ചൽസിൽ എന്താണ് നിങ്ങളോട് അനാവശ്യമായിട്ടുള്ള വിഷമം എങ്ങാനും ഉണ്ടെങ്കിൽ മനസ്സിൽ വച്ചുകൊണ്ട് നിൽക്കരുത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഹെൽത്തിൽ ഇമ്പ്രൂവ് ചെയ്യുക. ഹെൽത്ത് വൈസ് ഒരുപാട് പ്രശ്നമുള്ള ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഹെൽത്ത് വൈസ് ശ്രദ്ധിക്കുക. ഫർദർ ഒരു മെസ്സേജ് ഉണ്ട് നോക്കാം. ഓക്കെ, അത് ഫ്രണ്ടിൽ വന്ന കാരാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഒരു കാർഡും കൂടെ നോക്കാം. ഏഞ്ചൽ മെസ്സേജ് പ്ലീസ് എന്താണ് ഒരു ഏഞ്ചൽ മെസ്സേജ്? ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇത്രയും കാർഡ് വരുന്നത്. ഇതിൽ ഈ ഹെൽത്തിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി നിങ്ങൾ നേരത്തെ പറഞ്ഞാണ്. എൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു കാർഡാണ്. ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ളവരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ബ്ലെസ്സിങ്സ് നിങ്ങൾ ഒരിക്കലും ഒരു തടസ്സം ഉണ്ടാക്കാതിരിക്കുക. ഈ സൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഏഞ്ചൽ നമ്പേഴ്സോ കളേഴ്സോ അങ്ങനെ സംതിങ് എന്തെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ശ്രദ്ധിക്കുക, നോക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലുള്ളതാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഏഞ്ചൽ നമ്പർ അല്ലെങ്കിൽ സൈനുമായിട്ട് അതൊന്ന് റിലേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്തോറും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻ നിങ്ങൾ പ്രപഞ്ചമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് വരുന്ന അവസരങ്ങളെ ഒരിക്കലും തട്ടിക്കളയാതിരിക്കുക. അതാണ് ഒരു ഗൈഡൻസ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.